ഏകദേശം 10, 80, 90 വയസ്സ് പ്രായം വരുന്ന പൗനമ്മാൾ എന്ന വയസ്സായ സ്ത്രീ. ഇവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. കാശ് പലിശയ്ക്കൊക്കെ കൊടുത്താണ് പൗനമ്മാൾ ജീവിക്കുന്നത്. പക്ഷേ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പൗനമ്മാളിനെ നല്ല പേടിയാ. കാരണം ഇവര് പലിശ കാശ് പിരിക്കുവാനായി ചെല്ലുന്ന സമയത്ത് അവർ ഒരുപാട് ടോർച്ചർ ചെയ്യും. സ്വന്തം പൈസയാണ് തിരികെ വാങ്ങുന്നെങ്കിലും ഒരുപാട് ടോർച്ചർ ചെയ്താണ് ആ കാശ് തിരികെ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പൗനമ്മാളുടെ ടോർച്ചർ സഹിക്കാനാകാതെ ഇവരെങ്ങനെയെങ്കിലും മരിച്ചു പോകണേന്ന് ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ അവരുടെ 3 ആൺമക്കളുമുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇവരുടെ പ്രാർത്ഥനയെല്ലാം ദൈവം കേട്ടു. പൗനമ്മാളാണെങ്കിലോ കിടപ്പിലാവുകയാണ്. ബോധമൊന്നുമില്ല, ആകെ കൈകൊണ്ട് മാത്രം ആക്ഷൻ കാണിക്കുന്നു. അത് മാത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം 3 ആൺമക്കൾ അറിയുന്നത്. പൗനമ്മാളുടെ കൈവശം ഏകദേശം 160 പവനുണ്ടെന്ന്. അത് കേട്ടതും എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണമെന്നും മക്കൾ തീരുമാനിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി അറിയുന്നത്. അതെന്താണെന്നറിയണ്ടേ? പിന്നീട് എന്തായി? 3 ആൺമക്കളും അമ്മയെ രക്ഷിച്ചോ? ആ സ്വർണമെല്ലാം 3 ആൺമക്കൾക്കും കിട്ടിയോ? അമ്മയുടെ അവസ്ഥയ്ക്ക് എന്തായെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം തായ് കിഴവി എന്ന രസകരമായ ഒരു തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ മധുരയിലെ മനോഹരമായ കറുവാത്തൂർ എന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തില് ഏകദേശം 80, 90 വയസ്സ് പ്രായം വരുന്ന പൗനമ്മാൾ എന്നൊരു വയസ്സായ സ്ത്രീയുണ്ട്. ഈ പൗനമ്മാളിനെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വലിയ പേടിയാ. കാരണം എന്തെന്നാൽ പൗനമ്മാള് പലിശയ്ക്ക് പൈസ കൊടുക്കും. എന്നിട്ടോ ഈ പലിശ കാശ് പിരിക്കുവാൻ വേണ്ടിയിട്ട് പൗനമ്മാൾ ഒരു വരവ് വരും. കയ്യിലൊരു വടികുടയുമായിട്ടാ വരുന്നത്. അന്നേ ദിവസം ഒരാൾ കാശ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്റെ കയ്യിലുള്ള ഈ ഒരു വടികുട വെച്ച് അവരെ അടിക്കും. പൗനമ്മാൾ വരുന്നത് കാണുമ്പോൾ തന്നെ കൊച്ചു കുട്ടികളായാലും അയ്യോ ദേ പൗനമ്മാൾ വരുന്നേ എന്ന് വിളിച്ചുകൊണ്ടാ ഓടുന്നത്. എല്ലാവരും പോയി ഒളിക്കുകയാ ചെയ്യുന്നത്. പൗനമ്മാളിന്റെ കയ്യിൽ നിന്നും ഒരു കള്ളുകുടിയനാണെങ്കിൽ കുറച്ച് കാശ് വാങ്ങിയിരുന്നു. പക്ഷെ ഇതുവരെയും പലിശ പോലും കൊടുത്തിട്ടേയില്ല. അയാൾക്കടുത്തേക്ക് വരുന്ന പൗനമ്മാളാണെങ്കിൽ അവനിട്ടൊരെണ്ണം കൊടുത്തിട്ട്, നാളെ നീ എന്റെ പലിശ കാശൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നും വിരട്ടുന്നു. അത് കേട്ട് അയാൾ പേടിച്ചു പോവുകയാണ്. പൗനമ്മാൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാക്ക് തന്നെയാ. എന്നാൽ ഇവരൊക്കെ ആരാധിക്കുന്നത് കറുപ്പുസ്വാമി ആയതുകൊണ്ട് തന്നെ ആ കള്ളുകുടിയൻ നേരെ പോകുന്നത് കറുപ്പുസ്വാമിക്കടുത്തേക്ക്. സ്വാമി, ആ പൗനമ്മാള് നാളെ ഞാൻ പലിശ കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ ചൂടുവെള്ളത്തിൽ മുക്കിക്കൊല്ലുമെന്നാ പറയുന്നത്. ആ കിഴവിക്ക് ഏകദേശം 80, 90 വയസ്സ് പ്രായം വരും. അവരെ അങ്ങ് കൊന്നു തരണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവരെ കൊന്നു തന്നാൽ ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് കള്ളുകുടിയൻ അവിടെ നിന്ന് പോകുന്നത്. പൗനമ്മാളിന് 4 മക്കളുണ്ട്. 3 ആണും ഒരു പെണ്ണും. എന്തോ കുടുംബ പ്രശ്നം കാരണം 4 ആൺമക്കളും പൗനമ്മാളിനൊപ്പമില്ല. പൗനമ്മാളിന്റെ മകളായിട്ടുള്ള സുരുളിയാണ് പൗനമ്മാളിന്റെ കാര്യം നോക്കുന്നതും. സുരുളിക്ക് ഒരു മകനുമുണ്ട്. പൗനമ്മാളിന്റെ മരുമകനാണെങ്കിൽ കുറച്ച് സ്വർണം കൂടി കൊടുക്കാനുണ്ടെന്ന പേരിൽ പൗനമ്മാളിന്റെ മകളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നാൽ പൗനമ്മാളാണെങ്കിലോ അവൻ പോണെങ്കിൽ പോട്ടെ, നീ എന്റെ കൂടെ നിൽക്കെന്ന് പറഞ്ഞ് മകളെ തന്റെ കൂടെ നിർത്തി. അങ്ങനെ മകളാണെങ്കിലോ പൗനമ്മാൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഒരു സമാധാനത്തോടു കൂടിയുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടുവരുന്നതും. പൗനമ്മാളിനെ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമല്ല പേടി, ഗ്രാമത്തിലുള്ളവരോട് മാത്രമല്ല ഇത്രയും ടെററായി പെരുമാറുന്നത് വീട്ടിലുള്ളവർക്കും പേടിയാ. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പേരക്കുട്ടിയാണെങ്കിലോ TV ഒക്കെ ഓഫ് ചെയ്ത് പോയിരിക്കും. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ TV കണ്ടിരിക്കുകയല്ല എന്നാണ് പൗനമ്മാൾ പറയുന്നത്. പൗനമ്മാളിനെ അത്രയ്ക്കും ആ പയ്യന് പേടിയാ. പതിവ് പോലെ എല്ലാവരും ഉറങ്ങുവാനായി കിടന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ വീട്ടിലൊരു സൈലൻസ്. എന്താണെന്നറിയത്തില്ല. ഉടനെ തന്നെ പൗനമ്മാളിന്റെ മകളാണെങ്കിൽ തന്റെ മകനോട് പോയി അമ്മുമ്മയെ പോയി നോക്കിയിട്ട് വരുവാനായും പറയുന്നു. ആ പയ്യനാണെങ്കിലോ മുകളിലേക്ക് ചെന്ന് നോക്കിയിട്ട് അമ്മാ വേഗം ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. പൗനമ്മാളുടെ മകൾ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, പൗനമ്മാളാണെങ്കിലോ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കുന്നു. ആ ഒരു വിവരം ഗ്രാമത്തിലുള്ള എല്ലാവരും അറിയിക്കുകയാണ്. പൗനമ്മാളിന് എന്തോ സംഭവിച്ചു എന്നറിഞ്ഞ് ഗ്രാമവാസികളെല്ലാം സന്തോഷത്തോടു കൂടിയാണ് ഓടി വന്ന് നോക്കുന്നത്. പൗനമ്മാളാണെങ്കിൽ കിടപ്പിലായിരിക്കുകയാണ്. കട്ടിൽ നിന്നും എഴുന്നേൽക്കുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും സന്തോഷമായി. ഉടനെ തന്നെ പൗനമ്മാൾ മരിക്കുമെന്നും എല്ലാവരും അനൗൺസ് ചെയ്തു. കാരണം പൗനമ്മാളിനെ എല്ലാവർക്കും പേടിയല്ലേ. പൗനമ്മാൾ മരിച്ചു കഴിഞ്ഞാൽ ഇനിയെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്നാണ് അവരെല്ലാവരും കരുതിയിരിക്കുന്നത്. പൗനമ്മാളിന്റെ കാര്യം പറഞ്ഞ് കള്ളുകുടിയൻ നേരെ കറുപ്പുസ്വാമിക്ക് അടുത്തേക്കെത്തി നന്ദിയും പറയുകയാണ്. പൗനമ്മാൾ എപ്പോൾ മരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഗ്രാമവാസികൾ എല്ലാവരും. എന്നാൽ മറ്റൊരു വശത്ത് 40 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കാത്ത ഒരാളിനെ കാണിക്കുന്നു. അയാളാണെങ്കിലോ ബ്രോക്കറിനോട് വന്ന് തനിക്ക് പറ്റിയ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കും. എന്നാൽ ബ്രോക്കർ പറയുന്നത്, നിന്റെ ഈ പ്രായത്തില് നിനക്ക് പെണ്ണ് കിട്ടുവാനായിട്ട് പാടാ. പക്ഷെ അടുത്തൊരു ഗ്രാമത്തില് ഒരു പെണ്ണുണ്ട്. അവൾ 2 തവണ വിവാഹം കഴിച്ചിട്ട്
വെച്ചിട്ട് രണ്ടും ഡിവോഴ്സ് ആയതാണ്. പക്ഷേ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. 12 പവൻ സ്വർണം നീ അങ്ങോട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ കല്യാണം നടക്കൂ എന്ന് ബ്രോക്കർ പറയുന്നു. എങ്ങനെയെങ്കിലും അയാൾക്ക് കല്യാണം കഴിച്ചാൽ മതി. 40 വയസ്സായല്ലോ, ഇനി എങ്ങനെയാ പെണ്ണ് കിട്ടാൻ? അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ കെട്ടണമെന്നും അയാൾ തീരുമാനിക്കും. 12 പവൻ വാങ്ങുവാനായിട്ട് കാശ് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് നേരെ പോകുന്നത് പൗനമ്മാളുടെ അടുത്തേക്കും. പൗനമ്മാളുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കാശ് വാങ്ങുമെന്ന മട്ടിലാണ് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്താണ് പൗനമ്മാളുടെ അവസ്ഥ അയാൾ അറിയുന്നത്. എങ്ങനെയെങ്കിലും ഒരു വൈദ്യനെ കൊണ്ടുവന്ന് പൗനമ്മാളിനെ ചികിത്സിക്കണം, എന്നിട്ട് നേരെയാക്കിയതിനു ശേഷം വേണം കാശ് വാങ്ങാനെന്നാണ് 40 വയസ്സായ അയാൾ കരുതിയിരിക്കുന്നത്. വൈദ്യനെ കൊണ്ടുവന്ന് പൗനമ്മാളിനെ ചികിത്സിക്കുന്നു. അത് കാണുന്ന ഗ്രാമവാസികൾക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. പൗനമ്മാൾ നേരെയായി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണല്ലോ. എന്നാൽ വൈദ്യൻ വന്ന് നോക്കിയിട്ട് പറയുന്നത് ഈ കിഴവി 2 ദിവസം തികയ്ക്കില്ല എന്നാണ്. അത് കേട്ടതും വീണ്ടും ഗ്രാമവാസികൾക്ക് സന്തോഷമായി. പൗനമ്മാളിന്റെ 3 ആൺമക്കളും 3 സ്ഥലങ്ങളിൽ സെറ്റിലാണല്ലോ. 3 ആൺമക്കളെയും പൗനമ്മാളിനെ കാണുവാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. പൗനമ്മാളിന്റെ മൂത്ത മകൻ വിജയൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. രണ്ടാമത്തെ മകൻ ഉപ്പിലിയനാണെങ്കിലോ ഈ കല്യാണം, കാതുകുത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് മൈക്ക് സെറ്റിക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. മൂന്നാമത്തെ മകൻ സെൽവമാണെങ്കിലോ പൂക്കട നടത്തുകയാണ്. 3 പേരും ഒരു ദിവസത്തെ അന്നം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അമ്മയുടെ വിവരം പറഞ്ഞ് 3 മക്കളും വീട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് കടക്കുന്നതേയില്ല, വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അതേസമയമായിരുന്നു അവിടേക്ക് പടക്കൊക്കെ പൊട്ടിച്ച് ചെണ്ടയൊക്കെ കൊട്ടിക്കൊണ്ട് ആഘോഷത്തിൽ മരുമകനും എത്തുന്നത്. 3 ആൺമക്കളും അമ്മയുടെ മരണത്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇത്രയും അമ്മയോട് ദേഷ്യം തോന്നുവാനായിട്ട് കാരണം എന്തെന്നാൽ പൗനമ്മാളുടെ ഭർത്താവ് ഒരു കുടിയനായിരുന്നു. അയാൾ മരണപ്പെട്ടതിന് ശേഷം പൗനമ്മാളാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും. എന്നാൽ ഈ ആൺമക്കളാണെങ്കിലോ സ്വത്തെല്ലാം ഷെയർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ പൗനമ്മാൾ അതിന് തയ്യാറായില്ല. ഞാൻ മരിക്കുന്നത് വരെ ഈ സ്വത്തെല്ലാം ഞാൻ തന്നെ അനുഭവിക്കും. നിങ്ങളുടെ അച്ഛനാണെങ്കിലേ കള്ളും കുടിച്ചാ നടന്നത്, അയാളല്ല ഇതൊന്നും ഉണ്ടാക്കിയത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ സ്വത്തും സമ്പാദ്യവുമെല്ലാം. അത് ഞാൻ അനുഭവിച്ചതിന് ശേഷം മാത്രം നിനക്കൊക്കെ കിട്ടിയാൽ മതിയെന്നാണ് പൗനമ്മാൾ പറയുന്നത്. അതോടുകൂടി മക്കൾക്ക് അമ്മയോട് വല്ലാത്ത ദേഷ്യമായി. അങ്ങനെയാണ് 3 ആൺമക്കളും വീട് വിട്ടു പോയത്. പക്ഷേ മകളെയാണെങ്കിൽ മകളുടെ ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്നാക്കി. പറഞ്ഞ സ്വർണം മുഴുവൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ്. എന്നാൽ മകളെയാണെങ്കിൽ അമ്മ അങ്ങോട്ട് തിരിച്ചുവിട്ടതുമില്ല. അതിന്റെ ദേഷ്യമായിരുന്നു മരുമകനുണ്ടായിരുന്നതും. പൗനമ്മാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തെല്ലാം മക്കൾക്കെല്ലാവർക്കും ഷെയർ ചെയ്തു പോകും. മാത്രവുമല്ല പൗനമ്മാൾ ഇട്ടിരിക്കുന്ന സ്വർണമെല്ലാം തന്റെ ഭാര്യയ്ക്ക് കിട്ടുമല്ലോ എന്നാണ് മരുമകനും ചിന്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പൗനമ്മാളുടെ മരണത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നത്. മക്കൾ മാത്രമല്ല കാത്തിരിക്കുന്നത്, ഗ്രാമവാസികളും കൂടെയുണ്ട്. എന്നാൽ പൗനമ്മാളാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കൈയും കാലും ഒക്കെ ഒന്ന് അനക്കും, എന്തൊക്കെയോ പറയുവാനേയും ശ്രമിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പൗനമ്മാൾ കടന്നു പോകുന്നതും. അങ്ങനെ ഇരിക്കെ അവിടേക്ക് പൗനമ്മാളിനെ കാണുവാൻ വേണ്ടിയിട്ട് ഗോൾഡ് കുമാർ എന്നൊരാൾ വരുന്നു. എല്ലാവരും എപ്പോൾ പൗനമ്മാൾ മരിക്കുമെന്ന് കാത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇയാൾ മാത്രം വന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇയാൾ മാത്രം കരയുന്നതെന്ന് പുറത്തു നിൽക്കുന്ന 40 വയസ്സായ അയാൾ ചിന്തിക്കുന്നു. ഉടനെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോകുന്നതെന്ന് ഗോൾഡ് കുമാറിനോട് അയാൾ ചോദിക്കുന്നു. ഗോൾഡ് കുമാർ പറയുന്നത് കേട്ട് അയാൾ ഞെട്ടിപ്പോവുകയാണ്. ഉടനെ തന്നെ പൗനമ്മാളിന്റെ മക്കളെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ഗോൾഡ് കുമാർ പറഞ്ഞത് എല്ലാ ആഴ്ചയും പൗനമ്മാൾ ജ്വല്ലറിൽ വരാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഏകദേശം 160 പവൻ വാങ്ങിക്കൊണ്ടുപോയി. ഇത് കേട്ടതും 3 ആൺമക്കളും ഞെട്ടിപ്പോകുന്നു. ഇത്രയും നേരം അമ്മ മരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന ആൺമക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മ ജീവനോട് കൂടി തിരികെ വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തെന്നാൽ ആൺമക്കൾക്ക് സ്വത്ത് മാത്രമേ കിട്ടൂ. മോൾക്ക് മാത്രമാണ് ഈ 160 പവൻ സ്വർണവും കിട്ടാൻ പോകുന്നത്. പക്ഷേ അത് മരുമകന്റെ കയ്യിൽ പോയാൽ അതെന്തായാലും നശിപ്പിച്ച് കളയുമെന്ന് ആ 3 ആൺമക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ തന്റെ അളിയൻ ഇത് അറിയുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും അവർ സ്വർണം കണ്ടെത്തണമെന്നും 3 ആൺമക്കളും തീരുമാനിക്കുന്നു. അവർ നേരെ ചെല്ലുന്നത് പൗനമ്മാളിനടുത്തേക്കാണ്. എങ്ങനെയെങ്കിലും ആ ഒരു സ്വർണം എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പൗനമ്മാളിനോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നും തീരുമാനിക്കും. പക്ഷേ എന്ത് പറയാനാ, പൗനമ്മാൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകത്തേയില്ലല്ലോ. പൗനമ്മാളാണെങ്കിൽ എന്തൊക്കെയോ ആംഗ്യവും കാണിക്കുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അവർ 3 പേരും ചേർന്ന് പൗനമ്മാളുടെ റൂം പരിശോധിക്കുന്നു. പക്ഷേ റൂമിലൊന്നും സ്വർണമില്ല. ബാങ്ക് ലോക്കറിലും പോയി അന്വേഷിക്കുന്നു. ബാങ്ക് ലോക്കറിലും സ്വർണമില്ല. എവിടെയായിരിക്കും സ്വർണം ഇരിക്കുന്നതെന്ന് ആൺമക്കൾക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ. എവിടെയൊക്കെ തേടിയിട്ടും സ്വർണം കിട്ടിയതേയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പൗനമ്മാൾ കൈകൊണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നത് കൊണ്ട് സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളിനെ കൊണ്ടുവരുന്നു. പൗനമ്മാൾ പറയുന്നത് വെച്ച് അയാൾ പറയുന്നത് എവിടെയോ സ്വർണം ഇരിപ്പുണ്ട്. അത് എവിടെയാണ് സ്ഥലമെന്നുള്ളത് പറയുന്നത് മനസ്സിലാകുന്നില്ല. എത്രയും വേഗം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്നും ആ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ആൾ പറയുന്നു. ഉടനെ തന്നെ പൗനമ്മാളിനെ സിറ്റിയിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പൗനമ്മാളിനെ കാണുന്ന ഡോക്ടർ പറയുന്നത് എന്താ മരിച്ചിട്ട് കൊണ്ടുവന്നുകൂടായിരുന്നു എന്നാണ്. അത്രയ്ക്കും സീരിയസ് കണ്ടീഷനായിരുന്നു പൗനമ്മാളിന്റെ.
തുടങ്ങിയത്. ആദ്യത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിലെ ചിലവെന്ന് പറഞ്ഞ് ഏകദേശം 50,000 രൂപ തന്നെ പൊട്ടിയിട്ടുണ്ട്. പൗനമാളിനെ അഡ്മിറ്റ് ചെയ്തതുകൊണ്ടും മാത്രവുമല്ല എക്സ്റേ, സ്കാനിംഗ് അങ്ങനെയൊക്കെ ഒരുപാട് കാശ് ചിലവാകുന്നത് കൊണ്ടും ഈ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നും സ്വർണമൊക്കെ വാങ്ങി അത് വിറ്റും പണയം വെച്ചുമൊക്കെയാണ് കാശ് കൊണ്ടുവരുന്നതും. മൂന്ന് ആൺമക്കളും ഹോസ്പിറ്റലിൽ തന്നെയാണ് കിടക്കുന്നത്. എത്ര കാശ് ചിലവാക്കുന്നതിലും അവർക്ക് സങ്കടമില്ല. കാരണം 160 പവനല്ലേ കിട്ടാൻ പോകുന്നത്. അതിൽ 10 പവനാണെങ്കിൽ ഗോൾഡ് കുമാറിന് കൊടുക്കണം. അതാണ് ഗോൾഡ് കുമാറിന്റെ ആവശ്യവും. കമ്മീഷനാണ് ഗോൾഡ് കുമാർ പറയുന്നത്. കാര്യം അത്രയും വലിയ രഹസ്യമാണല്ലോ ഗോൾഡ് കുമാർ ഇപ്പോൾ മൂന്ന് ആൺമക്കളോടും തുറന്നു പറഞ്ഞിരിക്കുന്നത്. 10 പവൻ പോയി കഴിഞ്ഞാലും ബാക്കി 50 പവൻ വെച്ച് 3 പേർക്കും എടുക്കാമല്ലോ. അതിന്റെ സന്തോഷമായിരുന്നു 3 പേർക്കും. എന്നാൽ ഇവരുടെ പെരുമാറ്റമൊക്കെ കാണുന്ന സുരുളിയുടെ ഭർത്താവിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. മറ്റൊരു വശത്ത് പൗനമ്മാളിനെ ചെക്ക് ചെയ്ത ഡോക്ടർ പറയുന്നത് പൗനമ്മാളുടെ തലയിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്താൽ മാത്രമേ പൗനമ്മാളിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ പറയുന്നു. പൗനമ്മാളിന് സർജറി നടത്തണമെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപയാകും. സർജറി കഴിഞ്ഞാലും പഴയതുപോലെ ജീവിതത്തിലേക്ക് നല്ല രീതിക്ക് തിരികെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർക്ക് ഉറപ്പില്ല എന്നുള്ള കാര്യവും ഡോക്ടർ പറയുന്നു. അത് കേട്ട് പൗനമ്മാളുടെ 3 ആൺമക്കൾക്കും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. കാര്യം ഒരുപാട് കാശ് ഇപ്പോഴേ ചിലവാക്കി. ഇനി 4 ലക്ഷം രൂപ കൂടി ചിലവാക്കിയിട്ട് പഴയതുപോലെ തിരികെ വന്നില്ല, അഥവാ സർജറി വല്ല ഫെയിലായി പോവുകയോ പൗനമ്മാൾ മരിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം ആൺമക്കൾക്കല്ലേ? ആ ഒരു ചർച്ച 3 പേർക്കും ഇടയിലുണ്ടാകുന്നു. പൗനമ്മാളിന്റെ രണ്ടാമത്തെ മകനാണെങ്കിൽ സർജറി ഒന്നും വേണ്ട, എന്തായാലും പൗനമ്മാളിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. എന്നാൽ മൂന്നാമത്തെ മകനായ സെൽവമാണെങ്കിൽ സർജറി നടത്താമെന്ന് തന്നെ പറയുന്നു. ജീവിതത്തിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ സ്വർണവും സ്വത്തുമെല്ലാം 3 ആൺമക്കൾക്കുമാണല്ലോ കിട്ടാൻ പോകുന്നത്. പക്ഷേ ഒരു വിധത്തിൽ രണ്ടാമത്തെ മകനായ ഒപ്പിലിയൻ സമ്മതിക്കുന്നതേയില്ല. അതേ ചൊല്ലി 2 ആൺമക്കളും തമ്മിൽ നല്ല പ്രശ്നമുണ്ടാകുന്നു. ദേഷ്യമെന്ന സെൽവമാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു കാഴ്ച സെൽവം കാണുന്നത്. പൗനമ്മാളിന്റെ അതേ അവസ്ഥയായിരുന്നു ആ അമ്മയ്ക്കും. അതുകൊണ്ട് തന്നെ അതേ സർജറി ആ അമ്മയ്ക്കും നടത്തുകയുണ്ടായി. പക്ഷേ സർജറി കഴിഞ്ഞിട്ടും അമ്മയാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ല. വീണ്ടും ട്രീറ്റ്മെന്റ് നടത്തുവാനുള്ള കാശ് മക്കളുടെ കൈവശം ഇല്ലാത്തത് കൊണ്ട് തന്നെ മകൻ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ച് മകൻ അമ്മയെ കൊന്നുകളയുകയാണ് ചെയ്തത്. എന്തെന്നാൽ ഇപ്പോൾ നല്ല സമയമാണ്. ഈ സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് സ്വർഗത്തേക്ക് തന്നെ പോകാം. താൻ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? ഇനിയും അമ്മ കിടന്ന് അനുഭവിക്കുന്നതിനെക്കാട്ടി നല്ലത് അമ്മ മരണപ്പെട്ടു പോകുന്നതാണ് ചിന്തിച്ചാണ് പോകുന്ന വഴി ആംബുലൻസിൽ വെച്ച് തന്നെ അമ്മയെ കൊന്നുകളഞ്ഞതും. ഇതെല്ലാം അറിയുന്ന സെൽവത്തിന് ആകെ സങ്കടമാണ് വരുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് പൗനമ്മാളിന്റെ മരുമകനാണെങ്കിലോ പൗനമ്മാളിന്റെ ഓപ്പറേഷന് 4 ലക്ഷം രൂപ വേണമെന്നുള്ള കാര്യം അറിയുന്നു. അങ്ങനെ പൗനമ്മാളിന്റെ മരുമകനാണെങ്കിൽ 4 ലക്ഷം രൂപ കൊണ്ടുവന്ന് അടയ്ക്കുകയാണ്. 4 ലക്ഷം രൂപ ചിലവാക്കിയാൽ എന്ത്, ഒരുപാട് സ്വർണ്ണമല്ലേ തന്റെ കൈവശം വരാൻ പോകുന്നത് എന്ന ചിന്തയായിരുന്നു മരുമകന്. അങ്ങനെ പൗനമ്മാളിന്റെ ഓപ്പറേഷനും ആരംഭിച്ചു. ഓപ്പറേഷൻ നടക്കുന്ന സമയത്തെല്ലാം മക്കളെല്ലാവരും നല്ല രീതിക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. 3 ആൺമക്കളുടെയും ഭാര്യമാരാണെങ്കിലോ ഓരോ അമ്പലങ്ങളിലായിട്ട് ചെന്ന് ഓരോരോ നേർച്ചകൾ നടത്തുന്നു. ഇവരെല്ലാവരും ഒരു വശത്ത് വലിയ നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന സമയത്ത് പൗനമ്മാളുടെ മകളായിട്ടുള്ള സുരുളിയാണെങ്കിൽ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ തയ്ച്ചുകൊണ്ടേയിരിക്കുന്നു. നീ എന്താ സങ്കടമൊന്നും കാണിക്കാതെ നീ ഇങ്ങനെ തയ്ച്ചുകൊണ്ടേയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുതെന്ന്. ഭർത്താവോ അച്ഛനോ അമ്മയോ ഒന്നും തന്നെ എപ്പോഴും നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തയ്യൽ പഠിച്ചത്. എൻ്റെ അമ്മയാണ് ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അതാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയില്ലെങ്കിലും എനിക്ക് ജീവിക്കണ്ടേ, അതാ ഞാൻ ചെയ്യുന്നതെന്നും സുരുളി പറയുന്നു. മറ്റൊരു വശത്ത് സർജറി എല്ലാം സക്സസ് ആയിട്ട് കഴിയുകയാണ്. പൗനമ്മാൾ പതിയെ ജീവിതത്തിലേക്കും തിരികെ വരുന്നു. പൗനമ്മാളാണെങ്കിലോ സംസാരിക്കുവാനെയും ശ്രമിക്കുകയാണ്. പൗനമ്മാൾ ഏകദേശം ഓക്കെയാണെന്ന് മനസ്സിലാക്കിയ 3 ആൺമക്കളും മരുമകനും കൂടി നേരെ ചെല്ലുന്നത് പൗനമ്മാളുടെ അടുത്തേക്ക്. പൗനമ്മാളാണെങ്കിൽ സുഖമില്ലാതെ കിടന്ന സമയത്ത് കൈകൊണ്ട് എന്തൊക്കെ ആംഗ്യങ്ങളാ കാണിച്ചതെന്നൊക്കെ മക്കൾ നൈസിന് ചോദിക്കുക. ഞാൻ എന്താ ആംഗ്യം കാണിച്ചതിനെ കുറിച്ചാ നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ ഇങ്ങനെ കൈയൊക്കെ വെച്ചൊരു ആംഗ്യം കാണിച്ചല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു നിമിഷത്തേക്ക് ചിന്തിച്ച പൗനമ്മാളാണെങ്കിൽ, ഓ അതോ, അത് ഞാൻ ഫാൻ കറങ്ങുന്നതിനെ കുറിച്ചാ പറഞ്ഞത്, ഫാൻ ഓഫാക്കുന്ന കാര്യമാ പറഞ്ഞതെന്നും പൗനമ്മാള് പറയുന്നു. അത് കേട്ടതും അതല്ല 3 വിരൽ കാണിച്ചതോ അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, 3 വിരലോ, അതോ മൂന്നാമത്തെ സ്വിച്ചാണ് ഫാൻ, അത് ഓഫാക്കണേ എന്നാണ് ഞാൻ പറഞ്ഞതെന്നും പൗനമ്മാള് പറയുന്നു. പൗനമ്മാള് പറയുന്നത് കേട്ട് 3 ആൺമക്കളുടെയും കിളി പോയി. ഉടനെ തന്നെ അവർ ഈ ഗോൾഡ് കുമാർ ആരെന്ന് തിരക്കുന്നു. ഗോൾഡ് കുമാറോ, അങ്ങനെ ഒരാളെ എനിക്ക് അറിയത്തില്ലല്ലോ എന്നും പൗനമ്മാള് പറയുന്നു.
അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ സത്യത്തിൽ ഈ ഗോൾഡ് കുമാർ എന്നത് ഒരു ഭ്രാന്തനാണ്. അയാൾ മുൻപ് കുറേ ബിസിനസ് ചെയ്തിരുന്നു, ഗോൾഡ് ബിസിനസ്. അതെല്ലാം ഫെയിലായി പോയതോടുകൂടി അയാൾക്ക് ഭ്രാന്തായി. അന്നു മുതൽ അയാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ ചടങ്ങുകളൊക്കെ നടക്കുന്ന വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ളവരോടൊക്കെ ഇങ്ങനെ ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതൊന്നും അറിയാതെ 3 പേരും അമ്മയുടെ കൈവശം 160 പവനുണ്ടെന്നൊക്കെ വിശ്വസിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. സത്യത്തിൽ പൗനമാള് ഇടയ്ക്കിടയ്ക്ക് സിറ്റിയിലേക്ക് പോകുന്നത് എന്തിനെന്നാൽ സ്വർണ്ണക്കടയിലേക്കൊന്നുമല്ല പോയിരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ബിരിയാണി കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ സിറ്റിയിലേക്ക് പോയിരുന്നതും. അത് കഴിച്ചിട്ട് പതുക്കെ വീട്ടിലേക്ക് വരും. അതാണ് പൗനമാൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതും. എന്നാൽ മക്കളാണെങ്കിലോ ഒരു ഭ്രാന്തന്റെ വാക്കും വിശ്വസിച്ചു. അങ്ങനെ അവർ വിശ്വസിച്ചത് കൊണ്ടെന്താ, പൗനമ്മാളിന് പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ലേ? ഇല്ല, അവർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പൗനമ്മാള് മണ്ണിനടിയിൽ പോയേനെ. പൗനമ്മാളാണെങ്കിലോ ഇപ്പോൾ പഴയതുപോലെ നല്ല ആക്റ്റീവ് ആയിരിക്കുക. പൗനമ്മാളുടെ കാര്യമെല്ലാം അറിഞ്ഞ 3 ആൺമക്കളുടെയും ഭാര്യമാരും ആകെ തകർന്നു പോകുന്നു. ഗ്രാമവാസികളും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പൗനമ്മാൾ ഇപ്പോൾ മരിക്കും, പിന്നെ മരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ചവർക്കെല്ലാം ഒരു അടി കിട്ടിയ ഒരു അവസ്ഥയാണ്. പക്ഷേ പൗനമ്മാൾ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നതില് ആകെ സന്തോഷമുള്ളത് പൗനമ്മാളിന്റെ മകൾക്കും ചെറുമകനും മാത്രമായിരുന്നു. പൗനമ്മാൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. പൗനമ്മാളിനെ ആരോഗ്യത്തോടു കൂടി കാണുമ്പോൾ പൗനമ്മാളുടെ മകൾക്കും ചെറുമകനും ഒരുപാട് സന്തോഷമാകും. തന്റെ കട്ടിൽ വന്ന് കിടന്നപ്പോഴാണ് പൗനമ്മാളിന് സമാധാനം കിട്ടിയത്. ഏകദേശം ആരോഗ്യമൊക്കെ തിരിച്ചു പിടിച്ച പൗനമ്മാളാണെങ്കിലോ പഴയതുപോലെ തന്നെ പലിശ കാശ് വാങ്ങുവാനായിട്ടും ഇറങ്ങുന്നു. പൗനമ്മാള് താൻ കൊടുത്ത കാശാണ് തിരികെ ചോദിക്കുന്നത്. പക്ഷേ ഈ ചോദിക്കുന്ന സമയത്ത് ടോർച്ചറാണ് ആർക്കും സഹിക്കാൻ കഴിയാത്തത്. പൗനമ്മാള് പതിവ് പോലെ തന്നെ പുറത്തേക്ക് കറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് തന്റെ കട്ടിലിരിക്കുന്നു. എന്നിട്ട് തന്റെ 3 മരുമക്കളെയും തന്റെ മകളെയും അകത്തേക്ക് വിളിക്കും. സ്ത്രീകളെയാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പൗനമ്മാളാണെങ്കിലോ ഒരു കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. പൗനമ്മാളുടെ കട്ടിലിനടിയിലായിട്ട് ചെറിയൊരു ലോക്കറുണ്ട്. പൗനമ്മാൾ ചാവിയെടുത്ത് ആരും അറിയാതെ ഇത്രയും വർഷമായിട്ട് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ ഒരു ലോക്കർ ഓപ്പൺ ആക്കുകയാണ്. ഇതുവരെയും കട്ടിലിനടിയിൽ അങ്ങനെ ഒരു ലോക്കറുള്ള കാര്യം ആർക്കും അറിയത്തേയില്ലായിരുന്നു. ലോക്കർ തുറന്നതോ ഏകദേശം 300 പവന്റെ സ്വർണം അതിലുണ്ട്. പൗനമ്മാൾ വയ്യാതെ കിടന്ന സമയത്ത് 3 കാണിച്ചുകൊണ്ടിരുന്നത് 300 പവന്റെ സ്വർണം തന്റെ കൈവശമുണ്ട് എന്നുള്ളതായിരുന്നു. ആ ഒരു സ്വർണം കണ്ടതും 3 മരുമക്കളും മകളും ഞെട്ടിപ്പോകുന്നു. പക്ഷേ മകൾക്ക് അത്രയും വലിയ ഞെട്ടലൊന്നുമില്ല. മകളാണെങ്കിൽ സാധാരണ പോലെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മരുമക്കളാണെങ്കിൽ ഞെട്ടിപ്പോകുന്നു. ഈ 300 പവനും തന്റെ മകൾക്ക് വേണ്ടിയിട്ടാണെന്നും പൗനമ്മാൾ തുറന്നു പറയുമ്പോഴോ 3 മരുമക്കളും ഞെട്ടിപ്പോകുന്നു. സത്യത്തിൽ പൗനമ്മാൾ മരിച്ചു കഴിഞ്ഞാൽ പൗനമ്മാളുടെ വീടും ഭൂമിയും എല്ലാം പോകുന്നത് 3 ആൺമക്കൾക്കുമാണ്. മകൾക്ക് മാത്രം ഒന്നുമില്ലാതെ അവൾ എന്തായാലും തെരുവിലാകേണ്ടി വരുമോ എന്ന് പേടിച്ചാണ് പൗനമ്മാൾ ആരും അറിയാതെ ഇത്രയും 300 പവനും മകൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്തു വെച്ചത്. ഇതെല്ലാം അറിയുന്ന മകൾക്ക് വലിയ സന്തോഷമോ അങ്ങനെയൊന്നുമില്ല. കാരണം അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവളുടെ അമ്മയെ മാത്രമായിരുന്നു, അല്ലാതെ അമ്മയുടെ സ്വത്തൊന്നുമല്ല. പൗനമ്മാള് എങ്ങനെയാണ് ഇത്രയും സ്വത്തൊക്കെ സമ്പാദിച്ചതെന്നും താൻ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഒരു ജീവിതം കെട്ടിപ്പടുത്തെടുത്തതെന്നും അവരുടെ കൈവശം ഇത്രയും സ്വത്തും സമ്പാദ്യവും ഒക്കെ വന്നത് എങ്ങനെയാണെന്നും 3 മരുമക്കളോടും മകളോടുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പൗനമ്മാൾ പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വേണം സ്വത്തും പണവും ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയൂ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ സമൂഹത്തിലൊരു വില വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് തന്നെ വേണം. അതിന് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കണം. അതിനാ ഞാൻ നിങ്ങളോടൊക്കെ ഒരു ജോലി ചെയ്യണമെന്നും സ്വന്തമായിട്ട് ജോലി ചെയ്ത് സമ്പാദിക്കണമെന്നുമൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട ഇതെല്ലാം ഉണ്ടാക്കിയതെന്നും പൗനമ്മാൾ തന്റെ 3 മരുമക്കളോടും മകളോടും പറഞ്ഞു കൊടുക്കുന്നു. അമ്മ പറയുന്നതനുസരിച്ചാണ് പൗനമ്മാളുടെ മകളാണെങ്കിലോ തൊഴിലൊക്കെ ചെയ്തു തുടങ്ങിയതും സ്വന്തമായിട്ട് തച്ച് വരുമാനം കണ്ടെത്തുവാനായി തുടങ്ങിയത്. പക്ഷേ മരുമക്കളാണെങ്കിലോ ഇന്നും ഭർത്താവ് പറയുന്നതും കേട്ട് ജീവിക്കുന്നു. പൗനമ്മാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്നും സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്നും 3 മരുമക്കൾക്കും തോന്നുന്നു. അത്തരത്തിലുള്ള കാര്യമാണ് പൗനമ്മാൾ 3 മരുമക്കളോടായിട്ട് പറയുന്നത്. പൗനമ്മാൾ സുഖമില്ലാതെ കിടന്ന സമയത്ത് പൗനമ്മാളുടെ 3 മരുമക്കളും പൗനമ്മാളിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ഒക്കെ ചെയ്തല്ലോ. ആ ഒരു കാര്യം പൗനമ്മാൾ അറിഞ്ഞതുകൊണ്ട് തന്നെ പൗനമ്മാൾ ഒരു കാര്യം ചെയ്യുന്നു. 300 പവൻ 4ആയിട്ട് വീതിച്ചെടുക്കുവാനായിട്ടും പൗനമ്മാൾ അവരോട് പറയുകയാണ്. അത് കേട്ട് 3 മരുമക്കൾക്കും ഒരുപാട് സന്തോഷമായി. എല്ലാവരും ഓടിവന്ന് അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്വർണമൊക്കെ എടുത്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഗ്രാമത്തിലൊരു പഞ്ചായത്ത് നടക്കുകയാണ്. ആ പഞ്ചായത്തിലെ മെയിൻ കക്ഷികൾ പൗനമ്മാളുടെ മകളും മരുമകനുമാണ്. 2 പേരെയും 2 വഴിക്ക് പിരിക്കുവാനായി തീരുമാനിച്ചാണ് ഈ പഞ്ചായത്ത് നടത്തുന്നത്. എന്നാൽ മരുമകനാണെങ്കിലോ വേണ്ട എന്ന് എത്ര കെഞ്ചിയിട്ടും പൗനമ്മാളും കേൾക്കുന്നില്ല, പൗനമ്മാളുടെ മകളും കേൾക്കുന്നില്ല. മകളാണെങ്കിലോ അയാളുടെ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചതാ. അതുകൊണ്ട് തന്നെ തന്റെ കഴുത്തിൽ കിടന്ന താലിയൂരി അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. എന്നാൽ പൗനമ്മാളാണെങ്കിലോ തന്റെ മകളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കരുത്, അവൾക്ക് വേണ്ടിയിട്ട്
മറ്റൊരു വിവാഹം ആലോചിക്കണം. അവൾക്കധികം പ്രായമൊന്നും ആയില്ലല്ലോ എന്ന് തീരുമാനിച്ച് അവൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു പയ്യനെ കണ്ടെത്തുന്നു. ആ പയ്യൻ മറ്റാരുമല്ല, 40 വയസ്സായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഒരാൾ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചിട്ട് അവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമായിരുന്നു അയാളുടെ ആഗ്രഹവും. അയാളെയാണ് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് പൗനമ്മാൾ ആലോചിച്ചിരിക്കുന്നതും. രണ്ടുപേരുടെയും വിവാഹവും സന്തോഷത്തോടു കൂടി കഴിയുകയാണ്. അങ്ങനെ പൗനമ്മാളുടെ ഉത്തരവാദിത്തമെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആ സന്തോഷത്തിലിരിക്കുന്ന പൗനമ്മാളിനെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.